ഇവിടെയുള്ള സകല വിട്ടികളെയും കറക്കിയെടുത്ത് പേഴ്സിൽ വെക്കണം. എന്നിട്ട് വേണം നന്ദനെ ആരാണെന്ന് എല്ലാത്തിനെയും പതുക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പുനെ വിളിച്ചപ്പോ അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒരേ നിർബന്ധം ആണോ? ഇതിലും ഭേദം മരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്റെ കൂടെ പറപ്പുകള് രോഗിയായ അപ്പൂപ്പൻ. അമ്മ, ഈ മുട്ട പൊരിച്ചത് ആ സൈഡിൽ വെച്ചോ. മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ വായിന്ന് തുപ്പല് തെറിച്ചില്ലോടി. കൊതി കൊണ്ട് വായിലൂടെ വള്ളം ഓടിക്കാം. നിനക്ക് മുട്ട പൊരിച്ച് ചമ്മന്തി പയറ് തോരനും കൂട്ടിയുള്ള ഊണ് നല്ല ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. ഉച്ചയ്ക്ക് തരാട്ടോ. ശ്രീലക്ഷ്മി വന്നതോടെ എന്നോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഇപ്പൊ എനിക്കത് മാറി കേട്ടോ. യൂണിഫോം ധരിച്ചു പോകേണ്ട ജോലിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സും ധരിക്കാം. എനിക്ക് ചുരിദാറാണോ സാരിയാണോ നല്ലത്? ശ്രീക്ക് രണ്ടും നല്ലതാ. ഇതിപ്പോ ചെറിയ ജോലിയല്ലല്ലോ. ഇൻകം ടാക്സ് ഓഫീസിലെ ടാക്സ് അസിസ്റ്റന്റ് അല്ലേ? പ്രമോഷനായി ഇൻകം ടാക്സ് ഓഫീസറോ ഇൻസ്പെക്ടറോ എന്ത് വേണമെങ്കിലും ആവാലോ. എടേ, ഇതുവരെ ഇറങ്ങാറായില്ലേ? ആദ്യമായിട്ടൊരു ഓഫീസിലേക്ക് പോണതാ. ഒരു 10 മിനിറ്റ് നേരത്തെ ചെന്നൂടെ? അച്ഛൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കാൻ തുടങ്ങി. കയറ് പൊട്ടിക്കാൻ നിന്റെ അച്ഛനാര് കാളയോ? എടി മോളെ, വേഗം ഒന്ന് ഇറങ്ങാൻ നോക്കടി. ശ്രീ വിളിക്കുന്നു. വാ വാ. എടി മോളെ. ദാ വരുന്നു. നീ വാ. സമയായല്ലോ അച്ഛാ. എല്ലാം എടുത്തല്ലേ? എടുത്തു. ബാഗ് ഇതാ. ഒരു കണ്ണട കൂടി വെച്ചാലോ? കണ്ണട വയ്ക്കുന്നത് എന്തിനാ? അവൾക്ക് കാഴ്ച കുറവൊന്നുമില്ലല്ലോ. മോളെ, അല്ല അതല്ല, കണ്ണാടി കൂടി വെച്ച ഒരു സ്കൂൾ ടീച്ചറെ പോലെ തോന്നും. ഓ, ഞാൻ ഇറങ്ങട്ടെ അമ്മേ. എന്റെ മോക്ക് നല്ലത് മാത്രമേ വരൂ. മോളിച്ചില്ല. മോനെ രാജു, ഇവളെ ആ ബൈക്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് കൊണ്ടു ചെന്ന് വിടറാ. വഴിയിൽ ആ നാശം കാണും രുക്മിണി. കാണട്ടെ രാധമ്മ. അവര് മാത്രമല്ല, അവരുടെ മകനും കാണണം. ചവിട്ടി താഴ്ത്താൻ നോക്കിയ ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുന്നു. അവരൊന്ന് അറിയട്ടെ. ശ്രീ, നീ നടന്നു പോയാ മതി. തല ഉയർത്തി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോ. ശ്രീ ശ്രീ, അയ്യോ പോലെ പോലെ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇത് ബസ് ഫെയറാ, പിടിക്കേ. ഇതില് ചില്ലറയും കൂടിയുണ്ട്. ബസ്സിൽ ചില്ലറ വേണ്ടേ? ശരി ഏട്ടാ. പോയിട്ട് വാ. ഇതനുസരിച്ചില്ലെങ്കിലേ നിന്റെയും നിന്റെ അപ്പൂപ്പന്റെയും കൂടെ പിറപ്പുകളുടെയും കാര്യത്തില്
ഞാനങ്ങ് കണ്ണടയ്ക്കും. ചേച്ചിക്ക് എന്തൊക്കെയോ ഒത്തിരി സങ്കടങ്ങളുണ്ട്. പാവം ചേച്ചി. ചേച്ചിക്ക് എന്താ ഒരു സങ്കടം? സങ്കടോ? എനിക്കോ? ഇതാര് പറഞ്ഞു? പിന്നെ ചേച്ചി കരഞ്ഞത് എന്തിനാ? അത് ഞാനേ നമ്മുടെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തതാ. ഏയ് അതൊന്നുമല്ല. ചേച്ചിക്ക് എന്തോ ഒരു വലിയ സങ്കടമുണ്ട്. അത് എന്നോട് പറയേ. മോള് കൊച്ചുകുട്ടിയാ, ഇപ്പൊ പഠിക്കാൻ നോക്കിയാ മതി, അതൊന്നും അറിയണ്ട. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട എനിക്ക് പിന്നെ പഠിക്കാൻ കഴിയോ? ചേച്ചി കാര്യം പറ. ഞാൻ തേജുവിനെ പോലെ അല്ല ചേച്ചി, ഒത്തിരി മുതിർന്ന കുട്ടിയല്ലേ. പറയൂ ചേച്ചി. പറഞ്ഞാൽ ചേച്ചിക്ക് ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. ആ അംബിക ആന്റി ഇവിടെ വന്നത് എന്തിനാ ചേച്ചി? അവരല്ലേ ചേച്ചിയുടെ പ്രശ്നം? അപ്പോ മോൾക്കത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചോദിക്കാതിരുന്നതാ. മോളെ, നമ്മുടെ കഷ്ടപ്പാടുകളിലൊക്കെ അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് ചേച്ചിയെ കൊണ്ട് അവരുടെ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിട്ട്. അവരിപ്പോ ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. എന്തിന്? ഞാൻ ആ വർമ്മ സാറിനെ കല്യാണം കഴിക്കണമെന്ന്. ആ സാറിന് ഒത്തിരി പ്രായമായതല്ലേ? എന്നെ പോലൊരു മോളും ഉണ്ട്. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം കൊല്ലുമെന്ന് അവരുടെ ഭീഷണി. നമ്മുടെ ഗതികേട് കൊണ്ട് പറ്റിപ്പോയത്. ചേച്ചി കരയാതെ. നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു വരുമോ ചേച്ചി? ഒരിക്കലും ഇല്ല മോളെ. അവര് മരിച്ചുപോയി കാണും. നമുക്കും അവര് പോയ സ്ഥലത്തേക്ക് പോയാലോ? മോളെ, നമുക്ക് വല്ല വിഷവും കഴിച്ച് മരിക്കാം ചേച്ചി. മോളെ, ഒരു യൂസ്ലെസ്സിനെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഇതൊന്ന് കാണാനല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. ഇവിടെയുള്ള സകല വിട്ടികളെയും കറക്കിയെടുത്ത് പേഴ്സിൽ വെക്കണം. എന്നിട്ട് വേണം നന്ദനെ ആരാണെന്ന് എല്ലാത്തിനെയും പതുക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പുനെ വിളിച്ചപ്പോ അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒരേ നിർബന്ധം. ആണോ? അല്ല, ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്?